ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബയോളജിയുടെ അതായത് 9ാം ക്ലാസ് ബയോളജിയുടെ ചാപ്റ്റർ 3 അതിൻ്റെ പാർട്ട് 3 പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൽവിയോളർ എക്സ്ചേഞ്ച് ഗ്യാസ് എക്സ്ചേഞ്ചാണെന്ന് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകുന്നതും അതുപോലെ ഓക്സിജൻ അകത്ത് കിടക്കുന്നതും ആൽവിയോളസ് വഴിയാണ്. അതിലെങ്ങനെയാണ് ബ്ലഡിലേക്ക് കലരുന്നത് ഡിഫ്യൂഷൻ വഴിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അത് എങ്ങനെയാണ് സെല്ലിലേക്ക് എത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇനി നമ്മൾ അടുത്ത ഈ ക്ലാസ്സിൽ പറയുന്നത്. അതിന് മുന്നായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഏകദേശം എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാര്യം മനസ്സിലായി. അത് ഒന്നുകൂടെയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാണ് പഠിക്കുക. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഓക്സിജൻ അകത്തേക്ക് കടക്കുന്നതും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതും എങ്ങനെയാണ്, അതിനെ ആരൊക്കെ സഹായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ശരിക്കും ഇവിടെ ആൽവിയോളസിലെത്തി ബ്ലഡിലേക്ക് കലരുന്നു എന്ന് മനസ്സിലായി. ഇനി ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് എത്തി നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് എത്തുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണ്ടേ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നത്, ആ എനർജി ഉണ്ടായ ശേഷം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് കളയുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണ്. അതാണ് ആ റെസ്പിറേറ്ററി പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഇല്ലസ്ട്രേഷനാണ് പേജ് നമ്പർ 60 കൊടുത്തേക്കുന്നത്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്, നമുക്ക് നോക്കാം. നമ്മളെന്ത് ചെയ്യാം, ആദ്യം ആരന്മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴ്ത്തിട്ട് എന്താ പറയുക, റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ റൈറ്റ് ലെഫ്റ്റ് പറയുന്നത് എൻ്റെ റൈറ്റ് സൈഡ് വെച്ചിട്ടാണ് പറയുന്നത്, അതായത് ടെസ്റ്റിൻ്റെ അല്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ അങ്ങനെ നോക്കുന്നേ. റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യണം, മുകളിലേക്കാണ് ആ ഫ്ലോ ചാർട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വേണം വായിക്കാനായിട്ട്, കേട്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസാണ് നടക്കുക. അതായത് നമ്മൾ അത് പഠിച്ചിരുന്നു. നമ്മൾ ആൽവിയോളസിന് എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന്. ഓക്സിജൻ ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യാണ്, ബ്ലഡ് കാപ്പിലറീസിൽ വരും. അപ്പോൾ അത് അല്ലേ, അത് നേരെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നേരെ അതുപോലെ തന്നെ തിരിച്ച് ബ്ലഡ് കാപ്പിലറീസ് വഴി തിരിച്ച് ആൽവിയോളസിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിജൻ വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നിൽ ഉണ്ടാവണേ. അപ്പോൾ ഓക്സിജൻ ആദ്യം വന്നു കഴിഞ്ഞിട്ട് എങ്ങനെ എത്തണത്, ആ കാര്യം ആദ്യം പഠിക്കാം. അപ്പോൾ നോക്കിക്കേ, റൈറ്റ് സൈഡിൽ ഇത് എന്തൊക്കെ, O2 diffuses into the blood in the alveolar blood capillaries as the concentration of O2 is high in the alveolus. ആൽവിയോളസിലെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അതിലൂടെ എന്ത് ചെയ്യാണ്, ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴി ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഓക്സിജൻ എത്തുന്നു. ഇങ്ങനെ ബ്ലഡ് കാപ്പിലറീസിലേക്ക് എത്തിയ ഓക്സിജൻ എന്ത് ചെയ്യാണ്, എവിടേക്കാണ് പോവുക, ഹാർട്ടിലേക്കായിരിക്കും പോവുക. നമ്മൾ ഹാർട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാമായിരുന്നു, ഒരു ബ്ലഡ് വെസൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്കും ലങ്സിൽ നിന്ന് തിരിച്ചും വരുന്നത് പഠിച്ചല്ലോ. നമ്മുടെ പ്യുവർ ബ്ലഡ് അല്ലാത്തത് എന്ത് ചെയ്യുക, ബ്ലഡിനെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ കൊണ്ടുപോകും, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകും. ലങ്സിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് അതിനകത്ത് നല്ല അതായത് ഓക്സിജൻ കയറ്റി എന്ത് ചെയ്യും, നല്ല ബ്ലഡ് എന്ത് ചെയ്യാണ്, തിരിച്ച് ഹാർട്ടിലേക്ക് വരും. ഹാർട്ട് അതെന്ത് ചെയ്യും, ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും പമ്പ് ചെയ്ത് എത്തിക്കും. അപ്പോൾ ഹാർട്ടാണ് എല്ലായിടത്തും എത്തിക്കുന്നത്. അപ്പം ഈ ബ്ലഡ്, അതായത് ഈ ആൽവിയോളസിൽ നിന്ന് വരുന്ന ബ്ലഡ് കാപ്പിലറീസ് എത്തുന്നത് എവിടേക്കായിരിക്കും, ഹൃദയത്തിലേക്കായിരിക്കും, ഹാർട്ടിലേക്കായിരിക്കും എത്താം. ഓക്കെ, ആ വരുന്ന ബ്ലഡ് കാപ്പിലറീസിൽ ബ്ലഡിൽ എന്താ ഉള്ളത്, ഓക്സിജൻ മാത്രമുള്ള ബ്ലഡാണ് എന്ത് ചെയ്യുക, ഹാർട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെ ഓക്സിജൻ എന്ത് ചെയ്യണം, ആ ബ്ലഡ് കാപ്പിലറീസിൽ വന്നു, ഡിഫ്യൂഷൻ വഴി വന്നു, ആ ബ്ലഡ് കാപ്പിലറീസ് നമ്മുടെ ഹൃദയത്തിൽ എത്തുന്നു. ഓക്കെ, ഈ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്, വെറുതെ അതിലൊഴുകി വരികയല്ല ചെയ്യുന്നത്. നോക്കിക്കേ, ഇൻ ദ ലങ്സ് എ സ്മോൾ പോർഷൻ ഓഫ് ദ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. ദ റിമൈനിങ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സിഹീമോഗ്ലോബിൻ. ഈ ബ്ലഡിൽ കലർന്ന ഓക്സിജൻ ഉണ്ടല്ലോ, കുറച്ച് എന്ത് ചെയ്യാണ്, പ്ലാസ്മയായിട്ട് ഡിസോൾവ് ആയി പോവാണ്. ബാക്കി കുറച്ച് പ്ലാസ്മയിൽ ഡിസോൾവ് ആവും. ബാക്കി കുറച്ച് ഓക്സിജൻ എന്ത് ചെയ്യാണ്, ഹീമോഗ്ലോബിൻ, RBCയിൽ കാണപ്പെടുന്ന ഒരാളാണ്, ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഒരാളാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത് അവരെന്തായി മാറും, ഓക്സി ഹീമോഗ്ലോബിനായി മാറും. ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്ത് എന്താവും, ഓക്സി ഹീമോഗ്ലോബിനായി മാറും. ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹാർട്ടിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി ഹാർട്ടിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഹാർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഹാർട്ട് അതിനെന്ത് ചെയ്യും, ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് അതിനെ എത്തിച്ചെടുക്കും. പുറത്തേക്ക് വരുന്ന അയോട്ട വഴി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് എന്ത് ചെയ്യണം, ബോഡിയുടെ എല്ലാ പാർട്സിലേക്ക് എത്താണ്. സോ ആ ബ്ലഡ് വെസൽ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വന്നു. അങ്ങനെ എന്ത് സംഭവിക്കും,
adjacent to the cell, oxyhemoglobin dissociate and oxygen become free. ഈ താഴെ എന്താണ് ബ്ലഡ് ക്യാപിലറീസ് കണ്ടില്ലേ? ഈ ബ്ലഡ് ക്യാപിലറീസിന് ഇടയ്ക്കിടയ്ക്ക് എന്താ ഉള്ളത്? ടിഷ്യൂസ് ആണല്ലേ ഉള്ളത്. ഓരോ ടിഷ്യൂസിൻ്റെ ഇടയിൽ എന്തുണ്ട്? സെൽസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു. ഈ ബ്ലഡ്സിലൂടെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഈ ഓക്സിജൻ, ഈ ബ്ലഡിൽ വന്നിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഈ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജന് വിട്ടുകൊടുക്കും. അതായത് ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ഫ്രീ ആവും. ഓക്സിജൻ എന്ത് ചെയ്യും? ഫ്രീ ആവും. ഫ്രീ ആയിട്ട് ആ ഓക്സിജൻ എവിടേക്ക് പോകും? ആ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എന്താണ് ഈ അതായത് ടിഷ്യൂ ആ സെൽസിൻ്റെ ഇടയിലേക്ക് ഊർന്നിറങ്ങും ഈ ബ്ലഡ്. അതിന് നമ്മൾ പറയുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നല്ലേ. ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ എന്ത് ചെയ്യാണ്? ഈ ഓക്സിജൻ എന്ത് ചെയ്യാണ്? സെല്ലിനകത്തേക്ക് എത്തും. സെല്ലിനകത്തേക്ക് എത്തിയിട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കിയേ? ഓക്സിജൻ ഫ്രം ദ ബ്ലഡ് റീച്ചസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫ്രം ദർ എൻറ്റേഴ്സ് ദ സെൽ. എന്താണ്? ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് ഓക്സിജൻ എന്ത് ചെയ്യും? ആ ഫ്രീ ആയ ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സെല്ലിൽ വെച്ചിട്ടാണ് ഈ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ എന്താണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. അതാണ് താഴെ എന്ത് ചെയ്യുന്നത്? ബോക്സിൽ പറഞ്ഞേക്കുന്നത്. അതായത് സെല്ലിൽ എന്താണ് ഈ പറഞ്ഞ ഓക്സിജൻ കൊണ്ടുപോയി സെല്ലിൽ എത്തിച്ചു. ഈ സെല്ലിൽ ഈ ഓക്സിജൻ വെച്ച് എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് താഴെ കൊടുത്തേക്കുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ്സിനെ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് യൂസിങ് ഓക്സിജൻ ആൻഡ് റിലീസിങ് എനർജി വിച്ച് ഒക്കേഴ്സ് ഇൻ സെൽ. അതായത് ഈ ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് എനർജി പ്രൊഡക്ഷൻ തന്നെ. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിന് എന്താണ് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ. ഇത് നടക്കുന്നത് സെല്ലിൽ വെച്ചിട്ടാണ്. ഇതിനൊരു 2 സ്റ്റേജസ് ഉണ്ട്. ഇത് വെറുതെ ഒറ്റയടിക്ക് നടക്കുകയല്ല ചെയ്യുന്നത്, 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതിന് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിസ് നടന്നതിന് ശേഷം ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഫേസും കൂടെ ഉണ്ട്. ഈ 2 ഫേസ് ഉണ്ട് എന്ത്? സെല്ലുലാർ റെസ്പിറേഷന്. അപ്പോൾ ആദ്യത്തെ ഘട്ടം നോക്കാം. ഗ്ലൈക്കോളിസിസ് ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഇത് നടക്കുന്നത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിനകത്ത്. ഈ വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന സ്പേസ് ഇല്ലേ, അതായത് നമ്മുടെ ന്യൂക്ലിയസിന് പുറത്തുള്ള ആ സ്പേസിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ആ സൈറ്റോപ്ലാസത്തിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കിവിടെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഘട്ടം നടക്കുന്നത്. ഇവിടെ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്സിജൻ ഈസ് നോട്ട് റിക്വയർഡ്. ഈ ഗ്ലൈക്കോളിസിസ് നടക്കാനായിട്ട് ഓക്സിജൻ്റെ ആവശ്യകത ഇല്ല. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പൈറുവിക് ആസിഡ്. ഇവിടെ വെച്ച് എന്താ നടക്കുന്നത്? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 2 ATP മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. എന്താണ് ഗ്ലൈക്കോളിസ്? ഫസ്റ്റ് ഫേസ് ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. ഇത് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട്. ഇവിടെ ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇല്ല. ഗ്ലൂക്കോസ് എന്താവുന്നത്? പൈറുവിക് ആസിഡാക്കി മാറും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2 ATP. ഈ ATP മോളിക്യൂളാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എനർജി മോളിക്യൂൾ. 2 ATP മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യാം. ഇത്രയും നടന്നതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഘട്ടം ഏതാണ്? ക്രെബ്സ് സൈക്കിൾ. സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ്? സെല്ലുലാർ റെസ്പിറേഷൻ്റെ രണ്ടാമത്തെ ഘട്ടം. ഇതെവിടെ നടക്കുന്നത്? ടേക്ക് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ. അതായത് ഈ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺഡ്രിയ. പവർ ഹൗസ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത്. ഇവിടെ ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇവിടെ ഓക്സിജൻ ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഘട്ടം നടക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമുണ്ട്. ആ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടിയത്? ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്ന ഓക്സിജൻ. ഓക്കെ, ഇവിടെ ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്സിജൻ ഈസ് റിക്വയർഡ്. നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഗ്ലൂക്കോസ് എന്തായി മാറി? പൈറുവിക് ആസിഡായി മാറി. ഇവിടെ എന്ത് ചെയ്യും? ഈ പൈറുവിക് ആസിഡ് എന്താക്കി മാറ്റും? ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കാർബൺ ഡൈഓക്സൈഡ് ആൻഡ് വാട്ടർ. ഈ കാർബൺ ഡൈഓക്സൈഡും വാട്ടറായിട്ട് അത് മാറും. അപ്പോൾ 28 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? എവിടെയാണ്? മൈറ്റോകോൺഡ്രിയ. ഓക്സിജൻ ആവശ്യമുണ്ട്. പൈറുവിക് ആസിഡ് കാർബൺ ഡൈഓക്സൈഡും വാട്ടറായിട്ട് മാറുന്നു. എത്ര ATP മോളിക്യൂളാണ്? 28 ATP. മൊത്തത്തിൽ എത്ര ATP മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്? 30 എണ്ണം. ഫസ്റ്റ് ഫേസിൽ 2 എണ്ണം, രണ്ടാമത്തിൽ 28. അങ്ങനെ മൊത്തം 30 ATP മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. ഓക്സിജൻ വേണ്ട. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP. ക്രെബ്സ് സൈക്കിൾ ആണെങ്കിൽ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്നു. ഓക്സിജൻ വേണം. പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈഓക്സൈഡും വാട്ടറാക്കി മാറ്റുന്നു. 28 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഇതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ 2 ഫേസും കൂടെ നടന്ന് ഇങ്ങനെ എനർജി ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്?
സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എവിടെ വെച്ച് നടക്കുന്നത്? സെല്ലിൽ വെച്ചിട്ട്. ഓക്കെ, 2 ഫേസ് നടക്കുന്നത് സെല്ലിൽ എവിടെ ഏതൊക്കെ സ്ഥലത്താണെന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഈ ആവശ്യമില്ലാത്ത ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയണം. ഈ ഉണ്ടായ വാട്ടർ, എക്സസ് ആയിട്ടുണ്ടാകുന്ന വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വേർത്തും ബാക്കിയുള്ള നമ്മൾ കളയുന്നുണ്ട്. അതുപോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കളയണമല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കളയും? ഇതുപോലെ നമ്മുടെ സെല്ലിനകത്ത് എന്താണ് കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് എന്ത് വരും? ബ്ലഡിലേക്ക് എൻട്രി ചെയ്യും. ബ്ലഡിൽ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഈ ഹീമോഗ്ലോബിൻ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും. നോക്കിക്കോ ഇവിടെ ആദ്യം സിസ്റ്റമിക് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. CO2 passes from cell to tissue fluid and from the to blood. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സെൽസിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിൽ വന്നിട്ട് അവിടെ നിന്ന് ബ്ലഡിലേക്ക് വരും. ഓക്കെ, 70% കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ പ്ലാസ്മ. ഇങ്ങനെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ 7% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യും. 23% കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ. 23% എന്ത് ചെയ്യുക? ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പോൾ എന്താവും? കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. 70%, അതായത് 70% കമ്പൈൻസ് വിത്ത് ദ വാട്ടർ ഇൻ ദ RBC ടു ഫോം ബൈകാർബണേറ്റ്. അതിൽ 70% കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. RBCയിലെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ്? ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 23% നമ്മൾ എന്താണ്? ഹീമോഗ്ലോബിനിൽ എന്താണ് കമ്പൈൻ ചെയ്യാണ്. എന്നിട്ട് കമ്പൈൻ ചെയ്ത് എന്താണ് ഉണ്ടാകുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ. ഇത് നമുക്ക് ആവശ്യമില്ല. ഈ 23% നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? കളയണം. അപ്പോൾ ആരാ കളയുന്നത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന കാർബമിനോ ഹീമോഗ്ലോബിൻ. ഈ കാർബമിനോ ഓക്സിജൻ്റെ കേസ് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഓക്സിജനോ ഹീമോഗ്ലോബിനും ചേർന്നപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ആയിരുന്നു കേട്ടോ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വന്നപ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിനായി. ഓക്കെ, ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും നോക്കാം. ഇൻ ദ ആൽവിയോളർ ബ്ലഡ് കാപ്പിലറീസ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ആൻഡ് CO2 റീച്ചസ് പ്ലാസ്മ. എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഈ 23% ഈ 70% എന്ത് ചെയ്തു? നമുക്ക് കളയണമല്ലോ. കളയാനായിട്ട് എന്ത് ചെയ്യാണ്? ഇതെന്ത് ചെയ്യും? ഈ ബ്ലഡ് കാപ്പിലറീസിലൂടെ എന്ത് ചെയ്യും? വീണ്ടും ബ്ലഡ് എന്ത് ചെയ്യും? ഈ ഇൻപ്യൂർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഈ ബ്ലഡ് എവിടേക്ക് പോകുന്നുണ്ട്? ഹാർട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഹാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ലങ്സിലേക്ക് വരുന്നത് കേട്ടോ. അല്ലാതെ ഡയറക്റ്റായിട്ട് ലങ്സിലേക്കല്ല പോകുന്നത്, ഹാർട്ട് വഴി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ലങ്സിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഈ ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നു. ഹാർട്ട് എന്ത് ചെയ്യുകയാണ്? ഇതിനെ പമ്പ് ചെയ്ത് എവിടേക്ക് കൊണ്ടുപോകും? ലങ്സിലേക്ക് കൊണ്ടുപോകും. ഇതിനകത്ത് കൂടുതൽ എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് പ്യുവർ ബ്ലഡ് അല്ല, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ലങ്സിലേക്ക് എത്തും. ഓക്കെ, ഇവിടെ വെച്ചത് ഇൻ ദ ആൽവിയോളർ ബ്ലഡ് കാപ്പിലറീസ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ്. ഈ ആൽവിയോളർ ബ്ലഡ് കാപ്പിലറീസിൽ എത്തുമ്പോൾ, ആൽവിയോളർ ബ്ലഡ് കാപ്പിലറീസ് ആണ് നമ്മൾ ആൽവിയോൾസിന് തൊട്ടടുത്ത് കാണുന്ന കാപ്പിലറീസ്. അവിടെ എത്തുമ്പോൾ ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റുകളും ഡിസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് ബ്രേക്ക് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ വിഘടിച്ചിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലേക്ക് എത്തും. As the concentration of carbon dioxide is high in the plasma. പ്ലാസ്മയിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്, ആൽവിയോളസിൽ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബ്ലഡ് പ്ലാസ്മയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തും? ആൽവിയോളസിൽ ഡിഫ്യൂഷൻ വഴി എത്തും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഇൻറ്റു ആൽവിയോളസ്. പുറത്തേക്ക് വന്നു അല്ലേ? ആൽവിയോളസിലേക്ക് വന്നു. ഈ ആൽവിയോളസിന് അത് എന്ത് ചെയ്യും? പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നത്. ഓക്സിജൻ എങ്ങനെയാണ് സെല്ലിലേക്ക് എത്തുന്നതും അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടന്നതും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് കളയുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ്? ഗ്ലൈക്കോളിസിൻ്റെയും ക്രെബ്സ് സൈക്കിളിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് ടേബിൾ 3.3ൽ. അതിൽ ഗ്ലൈക്കോളിസിൻ്റെ സൈറ്റ് ഓഫ് ആക്ടിവിറ്റി എവിടെയാണ്? സൈറ്റോപ്ലാസമാണ്. ക്രെബ്സ് സൈക്കിളിൻ്റെയോ മൈറ്റോകോൺട്രിയ ആണ്. അടുത്തത് സബ്സ്റ്റൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ പ്രോസസ്സ് തന്നെ ഗ്ലൈക്കോളിസ് എന്തോരും? ഗ്ലൂക്കോസാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. ക്രെബ്സ് സൈക്കിൾ ആണെങ്കിൽ പൈറുവിക് ആസിഡും ആരാണ്? ഓക്സിജനും. പ്രൊഡക്ട്സ് ഗ്ലൈക്കോളിസിൽ ആരൊക്കെ ഉണ്ടാകുന്നത്? പൈറുവിക് ആസിഡും പിന്നെന്താണ് 2 ATPയും. ക്രെബ്സ് സൈക്കിളാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും 28 ATP ആണ്. റിക്വയർമെൻറ്റ് ഓക്സിജൻ ഗ്ലൈക്കോളിസിലാണെങ്കിൽ നോ അല്ലേ? വേണ്ട. ക്രെബ്സ് സൈക്കിളിലാണെങ്കിൽ വേണം. യെസ്. ഓക്കെ, നെക്സ്റ്റ് ATP molecules formed as a result of respiration is a source of energy for body activities. ഇങ്ങനെ റെസ്പിറേഷന് ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ATP molecules ആണ് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിന് വേണ്ട
എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡെയിലി ഓരോ വർക്ക് നമ്മുടെ നമുക്ക് വേണ്ട എനർജി വേണം അല്ലേ, നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ATP മോളിക്യൂൾസാണ് നമ്മുടെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. ദ ബൈ പ്രൊഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് വാട്ടർ ആർ എലിമിനേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ത്രൂ എക്സേൽഡ് എയർ. നമുക്ക് ഇതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ബൈ പ്രൊഡക്ട്സായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് കളയുന്ന എയറിലൂടെ പുറം തള്ളുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സെൽ യൂസിങ് ഓക്സിജൻ ടു റിലീസ് എനർജി ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് റെസ്പിറേഷൻ. എന്താ പറയുന്നത്, ഇപ്രകാരം ഇങ്ങനെ എന്താണ് ഇതുപോലുള്ള ഗ്യാസുകളുടെ അവരുടെ എക്സ്ചേഞ്ചുകളും അതുപോലെ നമ്മുടെ സെല്ലിൽ വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്താണ് ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയും ചേരുന്നതാണ് നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എല്ലാം ഓക്കെ മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷനാണ് കൊടുത്തേക്കുന്നത്. ഗ്ലൂക്കോസും എന്ത് ചെയ്യുന്നത് ഓക്സിജനും ചേർന്നിട്ട് എന്ത് ചെയ്യാണ് എൻസൈമുകളുടെ സഹായത്തോടെ എന്തുണ്ടാകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് 30 ATP ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് താഴെ പറഞ്ഞേക്കുന്നത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻസ് ആർ മെറ്റബോളിക് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ലിവിങ് വേൾഡ്. എന്താണ് നമ്മുടെ ജീവലോകത്ത് നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസ് ആണിത് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് ചെടികളിലാണെങ്കിൽ നമ്മളിൽ എന്താണ് റെസ്പിറേഷൻസ് ആണ് നടക്കുന്നത് അല്ലേ. റെസ്പിറേഷൻ രണ്ടിലും നടക്കുന്നുണ്ട്, ചെടികളിൽ നടക്കുന്നുണ്ട്, നമ്മളിൽ നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ചെടികളിൽ മാത്രം. ഇതിനെന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കമ്പയർ ദീസ് ടു പ്രോസസ് ആൻഡ് റിവൈസ് ദ ടേബിൾ 3.3 റീപ്ലേസിങ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ വിത്ത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ റെസ്പെക്റ്റീവ്ലി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടേബിൾ ഉണ്ടല്ലോ, അല്ലാതെ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ ഫോട്ടോസിന്തസിസും പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻസും കൊടുത്തിട്ട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താണ് രണ്ടും ഏകദേശം സെയിം ആയിട്ട് വരും അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ് സെയിം അല്ല, എന്താണ് ഫോട്ടോസിന്തസിസിൽ എന്താ നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ് അല്ലേ. മറ്റിടത്ത് എന്ത് ചെയ്യാണ് ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ രണ്ട് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ കുറച്ച് സിമിലാരിറ്റീസും എന്താണ് ചില വ്യത്യാസങ്ങളും നമുക്ക് കാണാം. ഈ ഫോട്ടോസിന്തസിസിൽ റിക്വയർമെൻറ്റ് ഓഫ് ഓക്സിജൻ നമുക്ക് എന്താണ് ആവശ്യമില്ല. നമുക്ക് റെസ്പിറേഷനാണെങ്കിൽ ഓക്സിജൻ ആവശ്യമുണ്ട്. ഇനി ഈ ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഓക്സിജനാണ്. റെസ്പിറേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്ട്സിൽ ആരാണ് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ് നമ്മുടെ പ്രൊഡക്ട്സായിട്ട് നമ്മൾ റെസ്പിറേഷനിലൂടെ പുറത്തേക്ക് വിടുന്ന ബൈ പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ആർക്കും ആവശ്യമുണ്ട്, പ്ലാന്റ്സിന് ആവശ്യമുണ്ട്. പ്ലാന്റ്സ് പുറത്തുവിടുന്ന പ്രൊഡക്ട്സിൽ വരുന്ന ആളാണ് ഓക്സിജൻ. അത് ആരും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ എന്താണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യാണ് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോസിന്തസിസും നമ്മുടെ റെസ്പിറേഷൻ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട് അല്ലേ. ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയും. അവരുപയോഗിക്കുന്ന ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തേക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവരും സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, നൈറ്റ് ആകുമ്പോൾ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. സോ അവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ നൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ പുറത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി താഴെ ഒരു ബോക്സിൽ ഒരാളെ പറ്റി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം ആരെ പറ്റിയാണ് പറയുന്നത്. ഹാൻസ് അഡോൾഫ് ക്രെബ്സ് is a German biochemist who discovered the chemical process in the second phase of cellular respiration. So this phase is called Krebs cycle. He shared the Nobel Prize for Medicine with Fritz Lippmann for this discovery in 1953. എന്താണ് ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജർമ്മൻ ബയോകെമിസ്റ്റാണ് ഇദ്ദേഹം അല്ലേ. ഇദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ്റെ സെക്കൻഡ് ഫേസിലെ കെമിക്കൽ പ്രോസസ്സ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹമാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് കണ്ടെത്തിയത്. അതിനാലാണ് എന്ത് ചെയ്തത്, ആ ഒരു ഫേസ് ക്രെബ്സ് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തേക്കുവാണ്. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1953 മെഡിസിൻ രംഗത്ത് എന്ത് ചെയ്യാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആരുടെ കൂടെ, ഫ്രിറ്റ്സ് ലിപ്മാനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനും എന്ത് ചെയ്തു, ആ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചോദിക്കാം, മൺവേടൊക്കെ ചോദിക്കാം.
നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ നമ്മൾ പറഞ്ഞു. ഹീമോഗ്ലോബിനാണ് ഇതിൻ്റെ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, സെൽസിലേക്ക് എത്തിക്കാനായിട്ട്. അതുപോലെ സെൽസിൽ നിന്ന് നേരെ പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡിനെ കളയാനും ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ അതെവിടെ കാണപ്പെടുന്നത്, അതെന്താണെന്നുള്ളതാണ് താഴെ അടുത്ത് കൊടുത്തേക്കുന്നത്. ഇലസ്ട്രേഷൻ 3.5 കണ്ടോ, എന്താണ് പിഗ്മെൻറ്റിൻ്റെ ആർ ബി സിയിലൊരു പിഗ്മെൻ്റാണ്, എന്താണ് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് എന്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഹാവിങ് അയൺ ആസ് എ മെയിൻ കോമ്പോണൻറ്റ്. ഇതൊരു എന്താണ് പ്രോട്ടീനാണ്, എന്താണ് അയൺ മുഖ്യ ഘടകമായിട്ടുള്ളൊരു പ്രോട്ടീനാണ് എന്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് ആർ ബി സി. ഓരോ ആർ ബി സിയിലും 170 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 1 hemoglobin molecule transport either 4 oxygen molecule or 4 carbon dioxide molecule. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിന് 4 ഓക്സിജൻ തന്മാത്രകൾ, അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾസിന് അല്ലെങ്കിൽ 4 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതിനുള്ള 4 വേക്കൻസി സ്പോട്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പടം കണ്ടറിയാം. ഈ കളർ 4 എന്താണ്, ഇവിടെ ഒരു റോസ് തന്നെ ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം ഡാർക്കും, ഇപ്പം തന്നെ വൈറ്റ് ആണ്, 2 ഷെയ്ഡ് പോലെ കാണാം. ആ 4 സ്ഥലത്തും എന്ത് ചെയ്യണം, ഓരോരോ ഗ്രാവിറ്റീസ് ഉണ്ട്, ഓരോരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എന്ത് ചെയ്യാണ് എന്ത് ചെയ്യും, ഈ ഒന്നെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ അവിടെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. 4 സ്ഥലത്തും അതിനുള്ള കൊണ്ടുപോകാനുള്ള സ്പേസ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് 4 എണ്ണത്തിന് കൊണ്ടുപോകാനുള്ള അവിടെ സ്പേസ് ഉണ്ട്. അതുപോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ ഇനി. ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഫീമെയിൽ ഈസ് 12 to 16 gm/dl. എന്താണ് ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ 12 to 16 എന്താണ് gm/dl ആണ്. മെയിൽസിലാണെങ്കിൽ അത് 14 to 18 ആയിരിക്കും. ഡിക്രീസ് ഇൻ ലെവൽ ലീഡ്സ് ടു അനീമിയ. ഇനി ഇതിൻ്റെ ആർ ബി സിയുടെ എന്താണ് പറഞ്ഞ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, അനീമിയ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകും അല്ലേ, വിളർച്ച എന്നൊരു രോഗത്തിന് കാരണമാവും ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റുള്ള ഓർഗാനിസത്തിലൊക്കെ എങ്ങനെയാണ് റെസ്പിറേഷൻ എന്നുള്ളതാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.